തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നടന്നത് മുഴുവൻ വള്ളിപ്പുള്ളി തെറ്റാതെ ചേച്ചി പറയും. നിന്റെ സന്തോഷമൊക്കെ അതുവരെ ഉള്ളടാ. മോൻ ഇതൊന്നും കാര്യമാക്കണ്ട. അപ്പോ പാർവതിയും കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? പറ്റും. പ്രേമേച്ച കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതും പറ്റും. നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. മോൻ കിടന്നു. ഞാൻ ഈ നാടെ വിട്ടു പോവാ. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നിന്നെ കാണണമെന്ന് തോന്നി, യാത്ര പറയണമെന്ന് തോന്നി. കാശിന് എന്തെങ്കിലും ആവശ്യം വന്നാ ചോദിക്കാൻ മടിക്കണ്ട. കാശ് വേണ്ട, അന്ന് വാങ്ങിയില്ലേ അതുപോലും തിരിച്ചു തരാനാ ഞാൻ വന്നത്. ഈ ഭിക്ഷ എനിക്ക് ആവശ്യമില്ല. ഇത് വാങ്ങിയാ പിന്നെ പെണ്ണാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ എന്താ അർത്ഥം? ദാ ഇത് തിരിച്ചു വാങ്ങണം. ചെമ്പകം, കാശിന് കാശ് തന്നെ വേണം. ഒരാവേശത്തിന് ഇപ്പൊ ഇത് വേണ്ടെന്നൊക്കെ തോന്നും. ജീവിക്കണ്ടേ? ജീവിക്കണം, ജീവിക്കും. പണിയെടുത്ത് ജീവിക്കാനുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. അത് ചെയ്യും. പറ്റിയില്ലെങ്കിൽ അത് അപ്പോഴല്ലേ, അപ്പം നോക്കാം. അപ്പോഴും നിന്റെ മുമ്പിൽ വരില്ല കൈനീട്ടാൻ. ജയിച്ചു എന്ന് തോന്നുന്നുണ്ടാവും, വെറുതെയാ. നീയും തോക്കും. എന്നെപ്പോലൊരു ദിവസം വേറൊരു പെണ്ണിന്റെ മുന്നിൽ നിനക്ക് നിൽക്കേണ്ടി വരും. അന്ന് അവൾക്ക് കൊടുക്കാൻ, ശരവണന്റെ അന്നത്തെ ആ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഒരു സമ്മാനം ഞാൻ തരാം. എന്ത് സമ്മാനം? എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയരുത്, സ്വീകരിക്കണം. അല്ലെങ്കിലേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. നീ എന്നെ തല്ലിയല്ലേ? നിന്നെ തല്ലയല്ല, പെട്രോൾ ഒഴിച്ച് കത്തിക്കേ വേണ്ടത്. പക്ഷേ ഞാൻ ജയിലിൽ പോയാ എന്റെ കുഞ്ഞിന് ആരും ഇല്ലാതായി പോവും. അതുണ്ടാവരുതല്ലോ, അതുകൊണ്ടാ തല്ലിൽ ഒതുക്കിയത്. ഞാൻ പോട്ടെ. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണില്ല, ഒരിക്കലും. മോനെ, മോനെ, നീ ഒന്നും കഴിക്കാതെ പോവാണോ? ഒന്നും വേണ്ടമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ എത്തണം. ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോ മോനെ. വേണ്ടമ്മേ, നേരമില്ല. നമ്മുടെ പ്രേമയില്ലേ, സിദ്ധുവിന്റെ ചേച്ചി, അവരെ കാണാനില്ലായിരുന്നല്ലേ, ഇപ്പൊ കണ്ടുകിട്ടി. സിദ്ധുവാ വിവരം വിളിച്ച് പറഞ്ഞത്. അവരെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഉടനെ അവിടെ എത്തണം. എവിടുന്ന മോനെ പ്രേമയെ കിട്ടിയേ? അതൊന്നും അറിയില്ല. ആ ദേവികയെ കണ്ടുപിടിച്ചത്. ആ കുട്ടി ഒറ്റയ്ക്കോ? ആയിരിക്കും. അപ്പൊ മിടിക്കുകയാണല്ലോ അവള്. പോലീസിന് സാധിക്കാത്തതല്ലേ അവൾ ഒറ്റയ്ക്ക് സാധിച്ചത്. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പറ സിദ്ധുവിനോട്. അതൊക്കെ നടക്കുമേ. ഇപ്പൊ ഒരുത്തിയുണ്ടല്ലോ, ഒരു ഇത്തിക്കണ്ണി. അവള് പടിയിറങ്ങുന്നതിന്റെ പിറ്റേന്ന് സിദ്ധുവും ദേവികയും തമ്മിലുള്ള കല്യാണം നടക്കും. ആ പിന്നെ നീയേ അവരുടെ വഴക്കിനിടയിലൊന്നും കയറി തലയിടാൻ നിൽക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ കഷ്ടകാലമാ. വെറുതെ മറ്റുള്ളവരെ സഹായിച്ച് അവരുടെ ശത്രുക്കളുടെ ദേഷ്യവും കൂടി വാങ്ങിച്ചു വെക്കണ്ട. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മയ്ക്ക് എന്നെ അറിഞ്ഞൂടെ? നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാ മുന്നറിയിപ്പ് തന്നത്. ഈ അമ്മയുടെ ഒരു കാര്യം, ഞാനെന്നാ പോയിട്ട് വരാം. അച്ഛാ, ഇന്ന് നടന്ന സംഭവങ്ങൾ മുഴുവൻ സിദ്ധുവിനോടും നിർജ്ജൻ ഡോക്ടറോടൊക്കെ പറയണ്ടേ? പറയുന്നല്ലേ മോളെ നല്ലത്. അവരും അറിഞ്ഞിരിക്കണ്ടേ. ഞാൻ സിദ്ധുവിനൊരു സൂചന കൊടുത്തിട്ടുണ്ട്. അച്ഛൻ എന്താ തോന്നുന്നത്?
എന്തുകൊണ്ടായിരിക്കും ആ കാർ അവിടെ വെച്ച് ഓഫായി പോയത്? അത് ഉറപ്പല്ലേ മനഃപൂർവ്വം സംഭവിച്ച